ഗൈസ് ആദിസ് റൈസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഞാൻ ഇൻട്രോ പറയുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് പറയാം. നമ്മൾ കോഴിക്കോട് വെച്ചിട്ടല്ല, ഞാൻ തിരുവനന്തപുരം വെച്ചിട്ടാണ് ഇൻട്രോ പറയുന്നത്. കോഴിക്കോട് നിന്ന് പറയാനുള്ള ടൈം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇൻട്രോ പറയുന്നത്. ഞങ്ങൾ എൻ്റെ ഫ്രണ്ടില്ലേ ഷംന, എൻ്റെ കൂടെ എപ്പോഴും വീഡിയോസിലൊക്കെ ഉണ്ടാവുന്നത്, അവളെ നാട്ടിലേക്ക് വന്നതാണ്. അവളെ ഒരു കസിൻ്റെ ഒരു ബുക്ക് പ്രകാശനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വന്നതാണ്. അപ്പോൾ ഇതാക്കുന്ന നമ്മൾ വന്നിട്ടിപ്പം ഇന്നേക്ക് രണ്ട് ദിവസമായിട്ടോ. അപ്പം നമ്മൾ കുറച്ച് വിശേഷങ്ങൾ, അവളൊരു ബുക്ക് പ്രകാശനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വന്നതാണ് അവളെ കസിൻ്റെ. അപ്പോൾ എന്താ പറയുക, ബാക്കി വിശേഷങ്ങൾ സുമതി വളവ് പോയതുണ്ട്, കാണാൻ പോയി ഞങ്ങൾ ഇന്നലെ രാത്രി 2 മണിക്ക്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങൾ, നല്ല ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റുകളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വരുന്ന കുറച്ച് സംഭവങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, അതൊക്കെ ഷംനൻ്റെ വീഡിയോയിലുണ്ടാവും, അവളെ ചാനലുണ്ടാവും. നമ്മൾ ഇവിടെ വന്നിട്ടുള്ള ബുക്ക് പ്രകാശനത്തിൻ്റെ, അതേപോലെ നമ്മൾ സുമതി വളവ് ഇന്നലെ രാത്രി കാണാൻ പോയത്, അങ്ങനത്തെ കുറച്ച് നല്ല നല്ല മൊമെൻറ്റ്സൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കാണും, അത്രയേ ഉള്ളൂ. ഞാൻ ഉറങ്ങി എഴുന്നേറ്റ ഫേസാണ് ഗൈസ്. എൻ്റെ ഫേസ് കണ്ടിട്ട് നിങ്ങളാരും പേടിക്കേണ്ട. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ എത്തിയപ്പം 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴാണ് നമ്മൾ 5 മണിയൊക്കെ ആയിട്ട് വന്ന് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് ഉറങ്ങിയപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഫേസൊക്കെ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നത്, ക്ഷീണിച്ചിരിക്കുന്നത്. ഇന്നലെ 2 മണിക്കൊക്കെ ഞങ്ങൾ സുമതി വളവിലൂടെ ചുറ്റിക്കറങ്ങുകയാണ്, പ്രേതത്തിനെയും തിരഞ്ഞിട്ട്. നല്ല നല്ല മൊമെൻ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് സുമതിനെ കാണോ എന്നുള്ള ആ ഒരു ലെവലിലല്ല നമ്മൾ പോയത്. അപ്പം ഞങ്ങൾക്ക് ഒന്നുമില്ല കേട്ടോ, സംഭവം പേടിക്കാനൊന്നുമില്ല. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ എന്തായാലും വീഡിയോ കാണും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ പോയതെന്നൊക്കെ. അപ്പോൾ ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇതാക്കുന്ന തിരുവനന്തപുരത്ത് എത്തി കേട്ടോ. കാരണം ബാക്കി ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് നമ്മൾ ബസ് കയറി വരുന്നതും ട്രെയിനിൽ വരുന്നതും ഒക്കെ നമ്മൾ ഷംനൻ്റെ ചാനലുണ്ടാവും, അതുകൊണ്ട് ഞാൻ ഇതൊന്നും എടുത്തിട്ടില്ല. സെൻട്രൽ കഫേ അതാക്കുന്ന ഗൈസ്, നമ്മൾ ട്രിവാൻഡ്രാണ് കേട്ടോ. ഞാൻ എൻ്റെ സെക്കൻഡ് ടൈമാണ് ട്രിവാൻഡ്രത്തേക്ക് വരുന്നത്. ഫസ്റ്റ് ഞാൻ ചെറുപ്പത്തിൽ വന്നതാണ്, ഇപ്പോൾ അതാക്കുന്ന വലുതായപ്പോൾ ഇപ്പോഴാണ് വരുന്നത്. ഉറക്കപ്പിച്ചിലാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട്. അങ്ങനെ ഗൈസ് ഞങ്ങൾ നീണ്ട യാത്രക്ക് ഇതാക്കുന്ന തിരുവനന്തപുരത്ത് എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വാവൻ്റെ ഫ്ലാറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി രാവിലെയാണ് വീഡിയോ എടുത്ത് തന്നെ നമ്മുടെ ബ്യൂട്ടി പാർലറിലേക്ക് വന്നതാണ് ഗൈസ്. അവിടെ ഇതാക്കുന്ന മോളെ ഹെയർ കട്ട് ചെയ്യാണ്, ഷമ്മൻ്റെ കസിൻ്റെ മോളാണ്. ഇവിടെ ഇരിക്കുന്ന അവള് നിൽക്കുന്നൊന്ന് ഇന്നലെ രാത്രി തന്നെ പാർലറിൽ വന്നിരിക്കുന്നുണ്ട്. രാവിലെ വന്നിട്ട് ഇവിടെ ഇരിക്കുക. എപ്പോൾ വന്നത്, ഞങ്ങൾ തന്നെ യാത്ര ചെയ്ത് നേരെ പാർലറിലേക്ക് വന്നത്. ഒന്നും പറയണ്ട ഗൈസ്. ഇവള് ഉറങ്ങിയിട്ടില്ല, ഞാൻ നല്ല ഉറക്കം. അത് നല്ല ഉറങ്ങി, ഞാൻ ഉറങ്ങിയില്ല. ഉറങ്ങാം ഇല്ലാതെ വാവൻ്റെ ബുക്ക് പ്രകാശനത്തിനാണ് കേട്ടോ ഞങ്ങൾ കാര്യമായിട്ട് ട്രിവാൻഡ്രത്തേക്ക് വന്നത്. അപ്പോൾ ഞങ്ങൾ ഇതാക്കുന്ന മുടിയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർലറിലേക്ക് പോയതാണ് കേട്ടോ. അവിടെ ഒരു അമ്മച്ചിനെ കണ്ടപ്പോൾ അയച്ചു സംസാരിച്ചു. ഹെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പ്രോഗ്രാം നടക്കുന്നത് നമ്മളെ തിരുവനന്തപുരത്തുള്ള പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാക്കുന്ന ഞങ്ങളെല്ലാവരും പ്രസ് ക്ലബ്ബിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഇതാക്കുന്ന വീഡിയോസൊക്കെ എടുക്കുകയാണ്. ഒരുപാട് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ബുക്ക് വിതരണം നിങ്ങളാണോ ഏൽപ്പിച്ചിരിക്കുന്നത്? ആണല്ലേ. ഒരുപാട് വിശിഷ്ടാതിഥികൾ എത്തിയിട്ടുണ്ട് കേട്ടോ. DYSP ഉണ്ട്, അതേപോലെ ഓണക്കൂർ നോവലിസ്റ്റ് ഉണ്ട്, അതേപോലെ ഉദയകല ടീച്ചറുണ്ട്. അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റികളുണ്ട് കേട്ടോ നമ്മളെ സ്റ്റേജിൽ. കാരണം അവരൊക്കെ പല ഇതിലും കഴിവുകൾ തെളിയിച്ച ആൾക്കാരാണ് കേട്ടോ. Next, I would like to call upon novelist Dr. George Onakur. DYSP Narcotics Cell Alapura, Panga Junction. Writer and teacher Dr. Johnson.
retired labor officer and founder Moneytech Media, Nazir Khan Sahib. Contractor and Starboard Wealth, Babu K. അങ്ങനെ ഇതാക്കുന്ന ബുക്ക് പ്രകാശനമാണ് കേട്ടോ ഇപ്പോൾ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അറിയാവുന്ന എൻ്റെ വേണ്ടപ്പെട്ടവർ അവരുടെ അനുഭവമാണ്. എന്തുകൊണ്ട് എനിക്കത് എഴുതിക്കൂടാ എന്ന് ഞാൻ ആലോചിച്ചു. ഒരുപക്ഷെ ഞാൻ സ്ത്രീക്ക് വേണ്ടി വാദിക്കുന്ന, നേരത്തെ പറഞ്ഞ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് എന്നൊക്കെ വരാം. ഒരിക്കലും ഞാൻ ഒരു ആണുങ്ങളെയും കുറ്റം പറയില്ല. ഒരു സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷനില്ല, ഒരു പുരുഷനില്ലെങ്കിൽ സ്ത്രീയുമില്ല. നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീയെ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സംഭവം എന്ന് പറഞ്ഞ ഹോട്ടലിലോട്ട് പോയതാണ്. എല്ലാവരും വിശന്ന് അവശനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് സുമതി വളവിലേക്ക്. ഞങ്ങൾ ഇതാക്കുന്ന ശംഖുമുഖം ബീച്ച്, അത് നട്ടപ്പാതിരയ്ക്ക്. ഹായ് ഗായ്സ്, ഞങ്ങളുണ്ടല്ലോ സുമതി വളവ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ ഇതാക്കുന്നത് ഇപ്പോൾ ഒരു എന്താ കഴിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ. ഞങ്ങളൊന്നും കഴിക്കുന്നില്ല, ഞങ്ങൾ രണ്ടാൾ പേടിച്ചിട്ടൊന്നും വേണ്ട. ഞങ്ങൾ ബേക്കിൽ ഇങ്ങനെ പുറകിൽ ടെൻഷൻ അടിച്ച് നിൽക്കുക. പക്ഷെ ഫ്രണ്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര കോൺഫിഡൻസാണ്. അവർ 4-5 വട്ടമൊക്കെ പോയതുകൊണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞങ്ങൾക്കൊന്നും വേണ്ട. ഇവരിതാക്കുന്ന ഒരു തട്ടുകടയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. എന്താണ് എനിക്ക് പറയാനുള്ളത്? നല്ല പേടിയുണ്ട്. നല്ല പേടിയുണ്ട്. അതെ, എന്തായാലും നമ്മൾ ഇവിടെ വരെ തിരുവനന്തപുരം വന്നിട്ട് നമ്മൾ അത് കാണാതെ പോകുന്നത് എങ്ങനെ, അത് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ജീവനോടുണ്ടെങ്കിൽ വീഡിയോയുമായി ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ. അതെ അതെ, ഞങ്ങൾ വരാം. അപ്പൊ ഗൈസ് കാപ്പി കുടിക്കട്ടെ ധൈര്യത്തിന്. അവൻ പറഞ്ഞു അത് പേടിക്കാനൊന്നുമില്ല. ആര്? എന്റെ ഫ്രണ്ട്. പേടിയായിട്ട് ഞങ്ങൾ ഇതാക്കുന്ന കാട്ടിലൂടെ പോകുമ്പോ ഞങ്ങള് അന്താക്ഷരി കളിക്കാൻ പാടേ. ഏതക്ഷരം പറയും? ഏതെങ്കിലും മാണിക്കച്ചിറകുള്ള മാരത്ത് കൂറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി കാടിടം കാണാനായി കൂടിരും ആകാശപ്പുഴ പറയട്ടെ ഗായ്സ് തുടങ്ങി മക്കളെ. അപ്പൊ നമ്മള് സുമതിയെ കാണാൻ പോവാ. ഞാൻ താത്തിട്ടില്ല. ആണോ കള്ളുമ്പോ തൂറി മക്കളെ ലൈറ്റൊക്കെ ഉണ്ടല്ലോ. വെറുതെ വിളിക്കാൻ നിക്കണ്ട, കളിക്കാൻ. സുമതി വളവിലേക്ക് ഞങ്ങൾ ഇതാക്കുന്ന കാലെടുത്ത് വെച്ചു. അല്ല ഇതൊക്കെ ലൈറ്റൊക്കെ ഉണ്ടല്ലോ. ഓവറാക്കല്ലേ. സുമതി കാണാൻ വന്നൊരു വണ്ടി സുമതി വളവ് സ്റ്റാർട്ടിങ് ആണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. കാടിലൂടെ ഇങ്ങനെ പേടിച്ച് പേടിച്ച് മന്ദം മന്ദം. വണ്ടി എടുത്തോണ്ട് കൈ മുട്ടല്ലേ, കൈ അടിക്കുക. പേടിയാവുന്നു. എനിക്കെന്തിനാ പേടി?
എനിക്കല്ലേ പേടില്ല അറിയേ എന്നെ ഡ്രൈവ് ചെയ്യണം. ആള് നോക്കടി. അതെന്ത് വെളിച്ചൊക്കെ ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്, ശരിയാക്കി തരാം. സുമിതി അങ്ങോട്ട് ഇറങ്ങുന്നതിന്റെ ഉള്ളു. പാലത്തിലെ വെട്ടിക്കൊന്ന പാലം കാണിക്കുക. വെട്ടിക്കൊന്ന പാലം, സുമതിനെ വെട്ടിക്കൊന്ന പാലം എത്തിയില്ല ഗൈസ്. ലൈറ്റ് അതാ. ആ ലൈറ്റോടെ ഉള്ളു. ഇവിടം വരെ ചെറുപ്പം light. ACB തീർന്നു കണ്ട. ACB ലൈറ്റോടെ ഉള്ളു. ഇത് ACB കണ്ട. ഇത് അതിന്റെ കണ്ട് ഇത് KCB ലൈറ്റ് ആണ്. ഇനിയാണ് മക്കളെ ഇനിയാണ് പേടിക്കേണ്ടതെന്നൊക്കെയാണ് ഇവര് പറയുന്നത്. ഇവര് 5 വട്ടം 4 വട്ടമൊക്കെ പോയ ആൾക്കാരാണ്. ഇതാ അമ്പലത്തിന്റെ ഇതാണത്. തിരിച്ചു വരുമ്പോഴേ മണം നമുക്ക് എടുത്തുള്ളൂ. കാരണം അവള് സുമതിയെ കണ്ടിട്ട് വരുമ്പോഴേ എടുത്തുള്ളൂ. വെറുതെ തള്ളങ്ങള്. ആർക്കാണ്? എനിക്ക്. അന്നെവിടെ ഇറക്കിട്ടെ ആള് ബസ് സ്റ്റോപ്പിൽ നിൽക്കി. ബസ് സ്റ്റോപ്പിൽ നിന്നോ? മോളെ കാര്യം കൊടുത്ത് ക്ഷേത്രം. ഇവിടെ കുറെ ക്ഷേത്രങ്ങളല്ലേ. സിനിമയിലൊക്കെ നമ്മള് കണ്ട അങ്ങനാണല്ലോ, ഒരുപാട് ക്ഷേത്രങ്ങളുള്ളല്ലേ. ലൈവ് അല്ല, ഇവിടെ എന്തിനാ ലൈറ്റ് ഓഫ് ചെയ്ത്? ആ കളി കളിക്കുമ്പോ പിന്നെ എന്തേലും ലൈറ്റ് ഇടാൻ പറ്റൂല കേട്ടോ. കുഴപ്പമില്ല, ശരിയാക്കി തരുന്നുണ്ട്. കൈ കൊട്ടി വിളിക്കാതെ. മണ്ട എന്തൊക്കെയോ വീഴുന്നു. അത് കായ്കള് വീഴല്ലേ. നിർത്തണ്ട, വണ്ടി ഓടിച്ചങ്ങ് പോയാൽ ഇവരെ കാണിക്കണ്ടേ? അത് കാണുന്നുണ്ട്. കാണുന്നുണ്ടോ നിങ്ങള്? കണ്ട് നീ ഒന്ന് പോയാ മതി. ഉണ്ടോ? വെട്ടമുണ്ടോ? ഇതൊക്കെയാണ് ഇവിടെ കിടന്ന് ഓടി കേട്ടവര്. മാണ്ട മതി പറയണ്ടപ്പോ. അവരെ കാണുന്നത് ഗ്യാപ്പ് എടുക്കാന്ന്. അവര് ഗ്യാപ്പ് ഇടുക, അവര് വന്നോളൂ. ലോക്കല്ലേ? പേടിപ്പിക്കല്ലേ. ഡോർ ലോക്ക് ചെയ്തിട്ടാണ്. അതാ നമ്മുടെ ചോദ്യം. അവിടെ എത്ര പോസ്റ്റുകളുണ്ടോ? മൊത്തവും പോസ്റ്റുകളാ. ആ കാടിന്റെ ഉള്ളിലോട്ടൊക്കെ നോക്ക്. നേരെ പോടാ, സുമതിയുടെ വീട്ടിൽ പോകാം. അപ്പച്ചന്റെ വീട്ടിൽ പോകാം. അവിടെ പോട്ടെ. നമ്മള് തിരിച്ചു പോവാ. ഈ തിരിച്ചു പോകാൻ പറ്റില്ല. തിരിച്ച് ഇനി പറ്റി തിരിഞ്ഞ് അവിടെ കേറിയിട്ട് തിരിച്ചു പോകും. സുമതി വിടത്തുള്ളൂ. ലൈവാണോ നീ? ലൈവ് ഒന്നുമല്ല. ലൈവ് നെറ്റ്വർക്ക് കിട്ടോ? ഇല്ല, റേഞ്ച് പോയി. അതിന്റെ താഴത്തൊരു വെളിച്ചോ. വണ്ടി ഒരു വണ്ടി വരുന്നു. അയാളെ ലെഫ്റ്റ് ആയിരുന്നു നമ്മുടെ സുമതി വളവിന്റെ വീട്. തിരിക്കണോ? വേണ്ട, നേരെ പോയി എത്തി. ഏതാണ് സുമതി വളവ്? ഓക്കോ ലൈറ്റ് വന്നു. മക്കളെ സമ്മതിക്കണം കേട്ടോ. അയാൾ ഒറ്റക്ക് ഇതിലെ പോയി തിരിച്ച്. അയാള് വെള്ളം തണ്ണിയാണ്. നേരെ പൊക്കോ. പാലം കണ്ടു വീട്ടിൽ കൊന്നേ. എനിക്ക് അവിടെ ഓട്ടമുണ്ടോ? ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ശരിക്കും അതാ സുമതി വളവ്. പിന്നെന്തിനങ്ങോട്ട് വന്ന്? അല്ല, ഇതൊക്കെയാണ് ഇതുവഴിയൊക്കെ ഓടിയൊക്കെ പറ്റിയതൊക്കെ. അപ്പൊ അത്രയും ഓടിക്കണോ? ഫോർച്യൂണറാ വരുന്നത് കേട്ടോ ബാക്കി. ഞാൻ വണ്ടി ഫോർച്യൂണറാ. അയാള് നമ്മൾ കൂടെ വരുവാ. അയാള് അടിച്ച് ഫിറ്റ് കേട്ടോ. ആരെയും കോൾ ചെയ്ത് സുമതിയെ കാണാൻ വന്ന ഫോർച്യൂണർ. എന്നെ കൊണ്ട് വലയിക്കല്ലേ എന്ന്. കഷ്ടം. ഇങ്ങനെ പൊട്ടനാണല്ലോ. ശരിക്കും സുമതിയാണെങ്കിൽ അയാള് നല്ല മൂഡിലാ. അന്ന് സത്യം ഒരു ഒറ്റ വൈബിൽ ഇറങ്ങിയതാണ്. അതെ അതെ, എന്ത് സുമതി എന്ന് വെച്ചിട്ട് ഇറങ്ങിയതായിരിക്കും. സുമതിയെ വിളിക്കണ്ട. ലൈറ്റ് കൊണ്ടുള്ള ആ ബസ് സ്റ്റോപ്പിൽ സുമതി വളവിന്റെ പാലത്തിന്റെ അടുത്ത്. പാലം അതെ, വെട്ടിക്കൊന്ന പാലം അവിടെയാണ്. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ഇവിടെ എത്തിയപ്പോഴല്ലേ അതൊന്നും ഒരു സംഭവമല്ല എന്ന് മനസ്സിലായത്. അതൊന്നും ഒരു സംഭവമല്ല എന്ന് മനസ്സിലായി. ഈ വണ്ടിയിലുണ്ടോ ഫോർച്യൂണർ കാറിൽ ഒറ്റക്കൊരാള് വന്നത്. ഞങ്ങളോട് ഈ സുമതി വളവ് ഏതാണെന്ന് അയാൾ ഫോണും ചെയ്താ വന്നേ. എന്നിട്ട് അയാൾ പോയി, നടന്നു പോയി. ഉണ്ടോ ഗൈസ് ആ ലൈറ്റ്? അവർ നടന്നു പോവാ ഒറ്റക്ക്.
ബെറ്റ് വെച്ചിട്ട് പോവാ സുമതിനെ കാണാൻ. നടന്ന് പോയി സുമതിനെ കണ്ടുവരാറിട്ട്. പേടിയൊന്നുമില്ല ഗൈസ്, എന്താ എല്ലാവരും ഉണ്ട്. ഇത് കണ്ടോ ഗൈസ്, റോഡിൻ്റെ നടുക്ക് കിടന്ന് എത്ര സുന്ദരമായിട്ടാണ് ഈ പട്ടികൾ ഉറങ്ങുന്നത്. ഞങ്ങൾ ഒച്ചപ്പാട് കേട്ടിട്ട് പട്ടി ഉണർന്ന്, അതും റോഡിൻ്റെ നടുക്ക്. ഇത് കണ്ട ഗൈസ്, ഞങ്ങളെ കൂടെ ഉള്ള ആള് അതെ ബേക്കിൽ വണ്ടി. ഇത് കണ്ട ഗൈസ്, മഞ്ഞ്, സുമതി വളവിൽ മഞ്ഞ് ഗൈസ്. സൈഡാക്കി മക്കളെ, സുമതിനെ വെട്ടിക്കൊന്ന പാലം. പാലത്തിലേക്ക് നമ്മൾ ഇതാണ് വെട്ടിക്കൊന്ന പാലം അല്ലേ സുമതിന. സുമതി വളവൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ. പിന്നെ രാത്രി ലേറ്റായിട്ടാണ് ഞങ്ങൾ പിന്നെ ഫ്ലാറ്റിലോട്ട് എത്തിയത്. 4 മണി 5 മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലോട്ട്. ഞങ്ങളെ മാങ്ങ വന്ന മുതൽക്ക് ഇവിടെ കണ്ട് കൊതിച്ച് നിൽക്കുകയായിരുന്നു. മാങ്ങ പറിക്കുന്ന ആഷിഖ്. മോനെ നെൽത്തൊന്നും തള്ളിയിടല്ലേ. ഞങ്ങൾ ഉപ്പുമുളകൊക്കെ ഇട്ട് തിന്നിട്ട് മാങ്ങക്കാലം കഴിഞ്ഞില്ലേ. നമുക്ക് ട്രിവാൻഡ്രത്ത് വന്നപ്പോഴാണ് കേട്ടോ മാങ്ങനെ കിട്ടിയത്. ഇവിടെ നിറച്ചും പൂവിട്ടിട്ടുണ്ട് കണ്ടോ. ഐഷു നിങ്ങക്ക് മാങ്ങ വേണോ? ഇന്ന ദിവസം മുതൽ നോക്കി നിൽക്കുന്ന മാവാണ് കേട്ടോ ഇത്. നമ്മൾ മാങ്ങ ഇങ്ങനെ നുണച്ചിറക്കി. അങ്ങനെ ഞാൻ ഒരു ദിവസം ഒരു മാങ്ങ പറിച്ച്, ഒരു ചെറിയൊരു മാങ്ങ. ഇവിടെ ഒരു വലിയൊരു മാങ്ങ ഉണ്ടായിരുന്നു, അപ്പം അതും നമ്മൾ പറിച്ച് നമ്മൾ സാപ്പിടാൻ പോവാണ്. ഇതോ ഗായ്സ്, ഇത് കണ്ടോ മുളകും ഉപ്പും ഇട്ടിട്ട് ഞങ്ങൾ കഴിക്കട്ടെ. എല്ലാവരും കൊതിക്കും, കാരണം മാങ്ങ സീസൺ കഴിഞ്ഞതുകൊണ്ട് ഇത് കാണുമ്പോൾ എന്തായാലും എല്ലാവർക്കും കൊതിയാവില്ലേ. നീ ഒന്ന് എടുത്ത് കഴിക്ക്. ആ മാളുമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ആ കഴിക്കടി ഐഷു, കഴിക്ക്. ഏതും എടുത്തോ. എങ്ങനെ ഉണ്ടെന്ന് പറട്ടോ ടേസ്റ്റ്. നല്ല പുളി ഉണ്ടോ? കഴിക്കടി. അടിപൊളിയാ. അടുത്തത് ആഷിക്കാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പക്ഷെ ഞങ്ങൾ ഇന്നലെ കഴിച്ച നല്ല ടേസ്റ്റ് ഇല്ലേ. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ അല്ലേ. ഇതിപ്പോൾ കഴിയും. ഓർക്ക് എടുത്ത് വെച്ചോ.